തഴുകുന്ന താഴമ്പൂ മണമിതു നാമിന്നും പറയാതെ ഓർത്തിടും അനുരാഗഗാനം പോലെ ഒരുക്കുന്നു കൂടുന്നിതാ. ആദ്യമായിട്ട് ഒരു പാട്ട് ലിപ് മൂവ്മെന്റ് കൊടുത്ത് അഭിനയിക്കുന്നത് സ്നേഹസാഗരത്തിലെ പീലി കണ്ടെഴുതി. സർഗത്തിലേക്ക് എന്നെ വിളിക്കാൻ കാരണം പെരുന്തച്ചൻ സാർ, ഹരിഹരൻ സാർ കണ്ടിട്ടാണ് എന്നെ ഈ കുട്ടനാട്ടിലേക്ക് എത്തിക്കാൻ സഹായിച്ചത്. പ്രവാചകന്മാരെ പറയൂ പ്രഭാതമകലയാണോ. നമ്മൾ എന്തെങ്കിലും 10-200 സിനിമയൊക്കെ ആയതൊരു തോന്നലൊക്കെ വരുമ്പോ സത്യം ഭാഷന് 1-2 പഴത്ത് കഴിഞ്ഞാൽ നമ്മളൊന്നും അല്ലാതെ വീണ്ടും. എനിക്ക് ജയരാജനോടുള്ള ഏറ്റവും വലിയ കടപ്പാട് കുടുംബസമയത്തിൽ അഭിനയിപ്പിച്ചതോ അല്ലെങ്കിൽ സോപാനമൊന്നുമല്ല, എനിക്ക് കാതിൽ തേൻമഴയെന്നുള്ള പാട്ട് എനിക്ക് നിങ്ങൾ തന്നല്ലോ ജയരാജ്. താരനോപുരം ചാത്തി മൂകയാമം ശ്യാമപരിഭവം പെയ്തു മഞ്ഞു വീണു മൗനരാഗമോടെ പ്രിയ ചന്ദ്രലേഖ നിന്നു. ഓ എന്തോ ഒരു മ്യൂസീഷ്യനാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആരാധിച്ചിരുന്ന കുട്ടിക്കാലത്ത്. ദേവമാഷോടും കൃഷ്ണസ്വാമിയോടും ബാബുക്കോടും ഒക്കെ അപാരമായ ബഹുമാനവും ആദരവും ആരാധനയൊക്കെ ഉണ്ടെങ്കിലും സലിൽദയുടെ എന്താ നടന്നില്ല. സലിൽദയുടെ പ്രേമമാണ്. ഇന്ത്യൻ സിനിമയിലെ വിരലിലെണ്ണാവുന്ന അഭിനയ പ്രതിഭകളിൽ പ്രമുഖൻ. 1988 മാമലൽ കബർത്ത് ചിത്രത്തിലൂടെ മലയാളത്തെത്തിയ മഹാനടൻ ശ്രീ മനോജ് കെ. നമസ്കാരം ചേട്ടാ. നമസ്തേ. നമസ്തേ വിനോദ്. സന്തോഷം. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. ഞാൻ പ്രാവശ്യം ഒരു വലിയ സന്തോഷമാണ്. സത്യൻ അവാർഡ് ഗ്രേറ്റ് മൊമെന്റ് ആയിരുന്നു. ഗ്രേറ്റ് ആക്ടറായ സത്യന്റെ അവാർഡ് ലഭ്യമാക്കി. ഒന്നും ചിന്തിക്കാൻ പോലും പറ്റാത്ത അഭിനയ പ്രതിഭ. അങ്ങനെ ഒരു അഭിനയ വിദ്യാർത്ഥിയാണ്. അദ്ദേഹത്തിന്റെ സിനിമകൾ കാണുമ്പോൾ പെട്ടെന്ന് നമ്മൾ വിദ്യാർത്ഥിയാവും. നമ്മൾ എന്തെങ്കിലും 10-200 സിനിമയൊക്കെ ആയതൊരു തോന്നലൊക്കെ വരുമ്പോ സത്യം ഭാഷന് 1-2 പഴത്ത് കഴിഞ്ഞാൽ നമ്മളൊന്നും അല്ലാതെ വീണ്ടും രീതിയിലുള്ള സത്യം ഭാഷന്റെ ഇഷ്ടപ്പെട്ട ഏറ്റവും ഉറപ്പാണ് ചെമ്മീനിലെ പിന്നെ വാഴവിയമായ അനുഭവങ്ങൾ പാളിച്ചകൾ. ഒരു പടം ഒരിക്കലും ശ്രദ്ധിക്കാൻ പറ്റത്തില്ല അല്ലേ? കാരണം ഒന്നിനോട് യാതൊരു ബന്ധമല്ലോ. എന്തൊരു ഭാവ തീഷ്ണതയാണ് ആ മുഖത്ത് കണ്ണുകളിൽ ഇവിടെ നിന്നും അറിയുന്നത്. അപാരമാണ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഈ അവാർഡ് തരുന്നതിന്റെ തലേദിവസം കുറച്ച് പടങ്ങൾ ചുമ്മാ എടുത്ത് ഇങ്ങനെ റെഫറൻസിൽ കണ്ടു. അപ്പൊ എനിക്കൊന്ന് പ്രവാചകന്മാരെ പറയൂ പ്രഭാതമകലയാണോ, ആ പാട്ടിന്റെ 12 ഷോട്ട്സ് പഴയ എറണാകുളം മറൈൻ ഡ്രൈവിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു ബിൽഡിങ്ങും ഇല്ല. പഴയ 10-50 വർഷം മുമ്പുള്ളതെന്ന് തോന്നുന്നു. അപ്പൊ അവിടെ ഇങ്ങനെ അദ്ദേഹം ഒറ്റയ്ക്കൊരു വഴിയിലൂടെ ഇങ്ങനെ നടന്നു വരുന്ന ഷോട്ടുണ്ട്. ആ കാലിന്റെ ഒരു ചലനമാണ്. ഒരു സാധാരണ കയ്യിലെ മുണ്ടെടുത്ത് ഭയങ്കരമായ വിഷയങ്ങളിൽ പെട്ട് നടക്കുന്ന ഒരാളാണ്. ആ എക്സ്പ്രഷൻ കണ്ടറിയാം. അതിലെ കാല് വെച്ച് നടക്കുന്നതിൽ പോലും കൊടുത്തിരിക്കുന്ന ആ ഒരു ബോഡി ലാംഗ്വേജ് ഉണ്ടല്ലോ, ആ ക്യാരക്ടർ ഗ്രേറ്റ്. ചിന്തിക്കാം. അതുകൊണ്ട് തന്നെയാണ് K.S. സേതുമാധവൻ സാർ പറഞ്ഞത് ഞാൻ കണ്ട ഏറ്റവും വലിയ അഭിനയ പ്രതിഭയാണ് സത്യം. അദ്ദേഹത്തിന്റെ സിനിമകളാണ്. അദ്ദേഹത്തിന്റെ ഒരു പടം പറയുകയാണെങ്കിൽ കടൽപ്പാലം 2 ക്യാരക്ടർ, കൈമളം നാരായണ കൈമളം രഘു, ആ അച്ഛനും മകനും തമ്മിലുള്ള ഡയലോഗ് വേരിയേഷൻസ്. അത് തന്നെ ശിവാജി ഗണേശൻ പറഞ്ഞു അപ്പോ ഇത് എപ്പടിയാ നീങ്ക ചെയ്തിരിക്കുക. ഏതോ ഒരു വലിയ വിമർശകൻ ഒരാൾ പറഞ്ഞായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. എന്നോട് ഒരാൾ പറഞ്ഞ കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞാണ്, എവിടെയോ ഒരു സദസ്സിൽ ഇങ്ങനെ ദക്ഷിണേന്ത്യയിൽ ഒരു മഹാനടനെ കുറിച്ച് പറഞ്ഞു. അപ്പം സത്യം മാഷുമായിട്ട് കമ്പയർ ചെയ്തു. അപ്പൊ ഇദ്ദേഹം പറഞ്ഞു സത്യമാഷിന്റെ ഒരു മൂളലിന് ഇദ്ദേഹമില്ല. സത്യമാഷിന്റെ ഒരു മൂളലിന് പോലും അത്രയധികം വേറെ കാര്യമുണ്ട്. ഓടിൽ നിന്നൊരു സിനിമ, അത് ഇദ്ദേഹത്തിന്റെ സേതുമാധവൻ സാറിന്റെ. ഈ പടം തമിഴിലേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശിവാജി ഗണേശനോട് പറഞ്ഞു ഇതൊന്ന് കാണണം. പുള്ളി കണ്ടിട്ട് പറഞ്ഞു
இந்த പ്രോജക്റ്റ് ഞാൻ பண்ண ഇല്ല എന്ന് പറഞ്ഞു അതാകുമ്പോ അല്ല അതുപോലെ ഇൻസിഡന്റ് മലയാളത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്ന കുഞ്ഞേനാച്ചന്റെ ക്യാരക്ടർ ആദ്യം സത്യമാഷിനോടാണ് സംവിധായകൻ റൈറ്റർ ഞാൻ കേട്ട കഥയാണ്, ശരിയാണോ? ശരിയല്ലേ? അപ്പൊ സത്യമാഷി കഥ മുഴുവൻ കേട്ടിട്ട് കുഞ്ഞാനാച്ചന്റെ ക്യാരക്ടർ ഇങ്ങനെ മനസ്സിൽ കൂടെ ഒന്ന് ആലോചിച്ചിട്ട് ഒരു തീരുമാനം എടുത്ത് പറഞ്ഞു, ഇത് സുഹൃത്തെ, ഇത് ഞാൻ ചെയ്യേണ്ട ക്യാരക്ടറല്ല, ഇത് ചെയ്യേണ്ട കൊട്ടാരക്കര ശ്രീധരനാരാന്ന് പറഞ്ഞ വലിയ തിരിച്ചറിവുള്ള മനുഷ്യൻ കൂടെയാണ്. മനുഷ്യത്വത്തിന്റെ മനുഷ്യത്വം കൊണ്ടല്ല, അദ്ദേഹത്തിന് അറിയാം അദ്ദേഹം എന്തൊക്കെ ചെയ്യണമെന്ന്. അപ്പൊ കുഞ്ഞാനേച്ചൻ ചെയ്തത് കൊട്ടാരക്കര ചേട്ടനാണ് അവസാനം. എന്നിട്ട് ഇദ്ദേഹം പോയി റെക്കമെൻഡ് ചെയ്തു. അപ്പൊ ഇദ്ദേഹം സേതാ സാർ പറഞ്ഞു കൊട്ടാരക്കര ഇത് ചെയ്താൽ ശരിയാവില്ല, പുള്ളി കറക്റ്റായിട്ട് സെറ്റിൽ വരത്തില്ല, വെള്ളമടിയാകും എന്ന് പറഞ്ഞു. അപ്പം പുള്ളി പറഞ്ഞു ഞാൻ ഉറപ്പ് തരാം എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇങ്ങനൊരു വേഷം തനിക്കുണ്ട്, സെറ്റിൽ അൽബാറ്റ് വരരുത്, അങ്ങനെ ഉറപ്പുണ്ടെങ്കിൽ ഞാനുണ്ടാവും എന്ന് പറഞ്ഞു. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിലാണ് പുള്ളി ചെയ്തത്. മലയാള സിനിമ കണ്ട ഏറ്റവും മഹത്തായ ഒരു ക്യാരക്ടർ അങ്ങനെ പറഞ്ഞു കുഞ്ഞാച്ചൻ. ശരിക്കും മലയാളത്തിന് ഇവരൊക്കെ ഒരു പാഠപുസ്തകമാണല്ലേ? പാഠപുസ്തകം ഇതൊക്കെ വായിച്ച് നമുക്ക് മനസ്സിലാകത്തില്ല അങ്ങനത്തെ പാഠപുസ്തകം. കാരണം ഇതെങ്ങനെ ഇത് വെറുതെ വായിച്ചപ്പോൾ ഇത് പഠിച്ചെടുക്കണ്ടേ? പഠിച്ചെടുക്കാതെ ഈസി അല്ല. അദ്ദേഹത്തിന്റെ ഒക്കെ ഒരു പ്രതിഭ എന്ന് പറഞ്ഞാൽ അഭിനയത്തില് എപ്പോഴെങ്കിലും ഈ പറയുന്ന പ്രഗത്ഭരായ സത്യമാസ്റ്റോ കൊട്ടാരക്കര ശ്രീധരനായർ അങ്ങനെയുള്ള ആരെങ്കിലും സ്വാധീനിച്ചിട്ടുണ്ടോ? എപ്പോഴും ഇല്ല. അങ്ങനെ ഇവരുടെയൊക്കെ ഞാനിപ്പോ ഈ പാഠപുസ്തകത്തിൽ തന്നെ വീണ്ടും എത്തുകയാണ്. കാരണം അവരൊക്കെ ഇങ്ങനെ കണ്ടു പോകാനേ പറ്റുള്ളൂ. അവരൊന്നും പഠിക്കാൻ നമുക്ക് ഒരിക്കലും പറ്റില്ല. ഒരു സ്വാധീനം ചെലുത്താനും പറ്റില്ല. സ്വാധീനിച്ചാൽ ചിലപ്പം അറിയാതെ അവരുടെ ഭാവാദിലേക്ക് നമ്മളൊരു ആഗ്രഹത്തിൽപ്പെട്ടാൽ ഇത് മറ്റേ സത്യമാഷിന്റെ ജസ്റ്റേഴ്സ് ആണല്ലോ, അല്ലെ കൊട്ടാരക്കര ചേട്ടനെ പടത്തി ചെയ്ത പോലെ ആണല്ലോ എന്ന് പറയുന്ന ഒരു ആക്ടർക്ക് ഏറ്റവും വലിയ പരാജയമാണ്. അപ്പൊ അത് ഉൾക്കൊണ്ടുകൊണ്ട് മീൻസ് നമ്മൾ അവരെ ഇമിറ്റേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അവരെ ആ രീതിയിൽ സ്വാധീനിക്കാനോ ഒരിക്കലും ഒരു കാലത്തും ഞാൻ ശ്രമിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ കുട്ടൻ തമ്പുരാൻ എന്ന ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരു മലയാളത്തിൽ ഒരു നടന്റെയും ജസ്റ്റേഴ്സോ ഇമിറ്റേഷനോ ഒന്നുമല്ല. കുട്ടൻ തമ്പുരാൻ മാത്രമാണ്. അനന്തപത്രത്തിന് ദിഗംബരൻ മാത്രമാണ്. അത് വേറൊരു ആക്ടറെ ഇമിറ്റേറ്റ് ചെയ്തല്ല, അത് ആ ക്യാരക്ടറാണ്. ആ ക്യാരക്ടറെ നമ്മൾ പഠിച്ചു ചെയ്തു. ഇത്രയോ. ശരിക്കും മാധവിന്റെ കുമ്പളകൾ എന്ന സീരിയലിലൂടെയാണല്ലോ പ്രവേശനം. തീർച്ചയായിട്ടും. അയ്യപ്പ എന്ന് പറയുന്നത് എന്റെയും അദ്ദേഹം ഇന്ന് രാവിലെയും വിളിച്ചു സാറിനെ വിളിച്ചു. കാര്യം സാർ ഭയങ്കര സന്തോഷമായി. സാറേ 85 തിരുവനന്തപുരത്ത് സാറിന്റെ ശിക്ഷണത്തിൽ ഞാനിവിടെ അഭിനയ വിദ്യാർത്ഥിയായിട്ട് വന്നിട്ട് ഇതേ തിരുവനന്തപുരത്ത് ഇന്നലെ വൈകുന്നേരം എനിക്ക് ഏറ്റവും വലിയ ആക്ടർ, മലയാളം കണ്ട ഏറ്റവും വലിയ ആക്ടർ അവാർഡ് വാങ്ങിച്ചിട്ടിരിക്കുകയാണ് സാർ. മനോജ് എന്നും എന്റെ ബ്ലെസ്സിംഗ് ഉണ്ടാവും. ആ വലിയ മനുഷ്യൻ ഞാൻ പരിചയപ്പെട്ടവരിലില്ല. അത്രയും നല്ല സഹൃദയനായ. അതെ 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 മയൂർ സാറിന്. കാരണം എനിക്ക് 20 മിനിറ്റ് വരുന്നൊരു ചെറിയ സീറ്റിലായിരുന്നു. അന്ന് ഈ ട്രിവാൻഡ്രം സിറ്റിയിലും എറണാകുളം സിറ്റിയിലും കോഴിക്കോട് സിറ്റിയിലും അവിടെ മാത്രമേ ഈ ചാനൽ കാണാൻ പറ്റുള്ളൂ. TV പോലും ഒരുപാട് ഏതെങ്കിലും ഒത്തിരി പണമുള്ള വ്യക്തികളുടെ വീട്ടിൽ കാണത്തുള്ളൂ. സുഹൃത്തായ അലി അക്ബറിന്റെ മാമലകൾക്ക് പ്രതിഷ്ഠ അതും ഒരു നിമിത്തമായിരുന്നല്ലേ? അത് ഞങ്ങൾ കൂട്ടുകാരെല്ലാം കൂടെ ആവേശം കയറി നിൽക്കില്ലേ, പഠിച്ചിറങ്ങാൻ പോകില്ലേ. അപ്പം നമുക്ക് എന്തുകൊണ്ട് സിനിമ എടുത്തുകൂടാ? നമ്മളെല്ലാവരും കൂടെ ചുരുങ്ങിയ പൈസ ഷെയർ ഇട്ട് സിനിമ എടുക്കാന്നുള്ള തീരുമാനം കേട്ടു. ഞാൻ ആദ്യം എന്നോട് കൂടി. പിന്നെ വീട്ടിൽ ചോദിച്ചു കഴിഞ്ഞപ്പോ ഈ ഷെയർ ഇടാനുള്ള പൈസ എന്തെങ്കിലും കിട്ടാനുള്ള സാധ്യത ഇല്ലാന്ന് മനസ്സിലായി. കാരണം അമ്മ ടീച്ചറാണ്, അച്ഛനും കൊച്ചിനും വന്ന് ഭയങ്കര തിരക്ക്, ദക്ഷിണേന്ത്യ മുഴുവൻ കച്ചേരികൾ നടത്തി അവർ വീട്ടിൽ വല്ലപ്പോഴൊക്കെ വരാറുണ്ട്. അപ്പൊ അന്നാണ് 25,000 രൂപ എനിക്ക് എന്റെ ഷെയർ ഇടാൻ ചോദിച്ചത്. അന്ന് 20,000 ഇന്നിപ്പോ 2.5 12 ലക്ഷം രൂപ എന്ന് പറയാം വേണമെങ്കിൽ. അപ്പൊ അതെവിടുന്ന് കിട്ടാന്? അപ്പൊ ഞാൻ പോയി അലി എന്നെ വിട്ടേക്ക്. അപ്പൊ ഈ 20,000 രൂപ ഇട്ടാലേ ഉള്ളൂ നല്ല റോൾ, അതിനകത്ത് മേജർ റോൾ കിട്ടുള്ളൂ. മീൻസ് സെക്കൻഡ് ഹീറോ ആണ് എന്റെ. ഞാൻ എന്നെ വിട്ടേക്കണം, ഞാൻ എന്തെങ്കിലും പൈസ ഇല്ല, ഇവിടെ പൈസ ഇടാൻ പറ്റത്തില്ല, ആ റോളല്ലെങ്കിൽ മറ്റു നിങ്ങൾ വേറെ ആരും കൊടുത്തു, ഞാൻ പിന്നെ വിട്ടേക്കാം. അതായത് ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വണ്ടി കയറി എറണാകുളത്ത് പോയി. ഇടയ്ക്കിടയ്ക്ക് ട്രിവാൻഡ്രം വന്നു. അപ്പൊ ഇത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോ വീണ്ടും അലി വിളിച്ചു, മനോജ് നീ തന്നെ ചെയ്താൽ മതി, നീ പൈസ ഒന്നും ഞാനെന്താ കുഴപ്പം, അതൊന്നും കുഴപ്പമില്ല, നീ അങ്ങ് വന്നാൽ മതി. ഞാൻ എന്താ പറഞ്ഞാൽ വണ്ടിക്കൂലൊക്കെ ഉണ്ടെങ്കിൽ നീ വന്നേക്കണം, വണ്ടിക്കൂലിയും തരാനില്ലെന്ന് വയനാട് വരാൻ. അപ്പൊ അങ്ങനെ ഞാൻ വയനാട് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ പോയി. അതിന് എനിക്ക് തോന്നുന്നത് മികച്ച നവാഗത സംവിധായകനുള്ള അവാർഡായിലേക്ക് പറഞ്ഞത്. അതിന് പാട്ട് ഭയങ്കര ഫേമസ് ആയിരുന്നു, പാട്ട് ഭയങ്കര പോപ്പുലറായി. മോഹൻ സിത്താര എനിക്ക് തോന്നുന്ന തുടക്കകാലമാണ്. ബള നല്ല കുപ്പി ബള ബാങ്കി തരുണാന മാല നല്ല കല്ലുമാല ബാങ്കി തരുണാന
ഈ പാട്ട് അതിനകത്ത് ദാസേട്ടനെ പഠിപ്പിക്കുന്നത്. അപ്പൊ അത് ആ പാട്ട് കൊണ്ട് പടം കുറെ ഫേമസ് ആയി. പിന്നെ ഈ പടം അത് ഇറങ്ങിയിട്ടൊന്നുമില്ല, അത് 16 ബ്ലോ അപ്പ് അല്ലേ, ഭയങ്കര ഗ്രീൻ. അങ്ങനെ വയനാട്ടിൽ ഷൂട്ട് ചെയ്ത പടം. ഈ ഇടയ്ക്ക് ഞാൻ വയനാട്ടിൽ അതേ മീനങ്ങാടിയിൽ ഈ കഴിഞ്ഞ മാസം മീനങ്ങാടിലായി പടം ഷൂട്ട് ചെയ്തത്. ആ മീനങ്ങാടിയിൽ മാറിപ്പോ അന്നൊരു കുഗ്രാമം ചെറിയൊരു ടൗൺ ആയിരുന്നു, ഇപ്പൊ വൻ ടൗൺ ആയിപ്പോയി മീനങ്ങാടി. ഞാൻ ഒരുപാട് ഓർമ്മകളൊക്കെ അനിലിന്റെ അനന്തവൃത്താന്തം തുടർന്ന് അതാണ്. അത് കഴിഞ്ഞ് സീരിയൽ പോയി. അത് കഴിഞ്ഞാണ് ഈ ആദം വൈഫ് സാറിന്റെ ഗുണങ്ങളും ഒരുപാട് ദേവമനോഹരിനി, പിന്നെ വൈതരണി എന്നൊരു സീരിയൽ അപ്പൊ അതിലൊക്കെ ചെറിയ വേഷങ്ങളൊക്കെ വന്നു. പക്ഷെ ഹീറോ ക്യാരക്ടർ കുമ്പളകളായിരുന്നു ഈ സീരിയൽ. പിന്നെ ഞാൻ ഈ പറഞ്ഞ സിനിമയിലൊക്കെ ആരില്ല. അതിനു മുമ്പ് ആദ്യം റിലീസായ പടം ഒരു കൊമേഴ്ഷ്യൽ സിനിമ അനന്തവൃത്താന്തം, പിന്നെ മറുപുറം, സോറി, പിന്നെ പെരുന്തച്ചൻ. പിന്നെ പെരുന്തച്ചൻ പെരുന്തച്ചൻ എനിക്ക് 1-2 അവാർഡ് കിട്ടിയിരുന്നു. നല്ല വേഷമാണ്. എന്തിനാ അതല്ലേ, ആ സിനിമ ഇല്ലെങ്കിൽ ഞാൻ സർഗത്തിലെത്തുമോ? സർഗത്തിലേക്ക് എന്നെ വിളിക്കാൻ കാരണം പെരുന്തച്ചൻ സാർ, ഹരിഹരൻ സാർ കണ്ടിട്ടാണ് ഈ കുട്ടനാട്ടിലേക്ക് എത്തിക്കാൻ സഹായിച്ചത് പെരുന്തച്ചൻ. അതെ അതെ, എം.ടി. സാറിന്റെ സ്ക്രിപ്റ്റ് അല്ലേ. ആ തുടക്കത്തിൽ ദളപതിയിലേക്കും വഴി തുറന്നത് പെരുന്തച്ചനാണ്. കാരണം പെരുന്തച്ചന്റെ കുറച്ച് റീൽസ്, പെരുന്തച്ചൻ സിനിമ പുള്ളി കണ്ടില്ല. സന്തോഷ് ശിവന്റെ സെഫിയ ടൗണിലുള്ളൊരു വർക്കാണെന്ന് പറഞ്ഞപ്പോ തെളപതി ചെയ്യാൻ തെളപതിയുടെ ഫസ്റ്റ് ഷൂട്ട് നടന്നത് സുന്ദരി കണ്ണാലൊരു സ്ഥിതി പാട്ടാണ്. അതിന്റെ അകത്ത് പന്തത്തിന്റെ സോഴ്സ് വെച്ചിട്ടുള്ള ലൈറ്റപ്പ് അല്ലേ. അപ്പൊ അതേപോലത്തെ ഇതൊരു പീരീഡ് ഷോ അല്ലേ പെരുന്തച്ചൻ. അപ്പൊ ആ ടൈപ്പ് ഓഫ് ഈ ലൈറ്റപ്പാന്ന് പറഞ്ഞിട്ട് എന്നാ പിന്നെ 2-3 റീല് കാണാം എന്ന് പറഞ്ഞിട്ട് AVM സ്റ്റുഡിയോയിൽ ചുമ്മാ 2-3 റീല് കാണാൻ വേണ്ടി സന്തോഷ് ശിവനും മണിരത്നം സാറോടെ കയറിയതാണ്. അപ്പോഴതിന്റെ അകത്ത് ഈ റീലിന്റെ മഹാഭാഗ്യം കൊണ്ട് എന്റെ കുറച്ച് സീൻസ്. അപ്പൊ ഇത് കണ്ട വഴിക്ക് പുള്ളി റീല് കണ്ട് വെള്ളി ഇറങ്ങി. എന്നിട്ട് ചോദിച്ച മറ്റേ അതിലൊരു മുട്ട അടിച്ചിട്ടാണല്ലോ അയാൾ പുതിയൊരു ആക്ടറാണ്, ഈ ജയവിജയന്മാർ വലിയ കർണാടിക് മ്യൂസീഷ്യൻസ് അവരിൽ ജയന്മാരാണ്, നല്ല ആക്ടറാണെന്ന് സന്തോഷം പറഞ്ഞു. നമുക്കൊരു ഇതിനകത്തൊരു വേഷം, പക്ഷെ പുള്ളി കോണ്ടാക്ട് ചെയ്യുന്നു, അതിനകത്ത് വിളിക്കാൻ പറ്റും. ഇതൊക്കെ ഓരോ വഴികളാണ്. ഇന്നിപ്പം മണിസാറിന്റെ പടത്തിൽ ഒരുപാട് പേര് അഭിനയിക്കുന്നുണ്ട്, സന്തോഷം. പക്ഷെ ആ കാലത്ത് മണിരത്നത്തിന്റെ പടം എന്ന് പറഞ്ഞാൽ അൺബിലീവബിളാണ്. അപ്പൊ അത് ഇങ്ങോട്ട് വിളിച്ച് നമുക്ക് തന്നൊരു അവസരമാണ്. അതുപോലെ തന്നെയാണ് സർഗവും പോലും. എനിക്ക് പെരുന്തച്ചൻ കണ്ടിട്ടാണ് സാർ എന്നെ വിളിക്കുന്നത്. സർഗം ശരിക്കും പറഞ്ഞാൽ ഒരു അത്ഭുത സിനിമയായിട്ട് ഇന്നും മലയാളികൾ കാണുന്ന ഒരു സിനിമയാണ്. തറവാടിത്തമുള്ള സിനിമയല്ലേ മലയാള സിനിമകളിലെ ഏറ്റവും തറവാടിത്തമുള്ള സിനിമ. കുട്ടൻ തമ്പുരാനെ ശരിക്കും പറഞ്ഞാൽ ആർക്കും അങ്ങനെ മറക്കാൻ കഴിയില്ല. അതൊരു നോവാണ്. ആ കുട്ടൻ തമ്പുരാനിൽ നിന്നാണ് ശരിക്കുള്ള മനോജ് വിജയന്റെ ആ ഒരു ഉയർച്ച. നോവിൽ നിന്ന് സന്തോഷം വരാൻ പറ്റും. നോവുണ്ടെങ്കിൽ സന്തോഷത്തിന്റെ വില അറിയും. കുട്ടൻ തമ്പുരാൻ എന്നും മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ നോവായിട്ടാണ് നിൽക്കുന്നത്. ശരിക്കും ഈ സിനിമ ഇന്ന് കണ്ടാലും അതെ, എന്റെ സംശയം ശരിക്കും അതിന് ഈ അസുഖം പിടിച്ച ഒരു വ്യക്തിയുടെ ഈ മാനസങ്ങൾ അത് എങ്ങനെ സ്വാധീനിച്ചു? ആരെങ്കിലും സ്വാധീനിച്ചിട്ടുണ്ടോ? എങ്ങനെയാണ് അത്രയും സാധനം പോലും ജീവിതത്തിൽ കാണാതാണ് ആ സീൻ അഭിനയിച്ചത്. ഫിക്സ് എന്ന് പറഞ്ഞാൽ ഈ അപസ്മാരം ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ ആ സീൻ എടുക്കുമ്പോൾ എന്നോട് ചോദിച്ചു, ഫിക്സ് വരുന്ന ഷോട്ടാണ് ഇനി അടുത്ത ഷോട്ട് അതാണ്, നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് എന്തറിയാം? ഞാൻ സാർ ഞാൻ കണ്ടിട്ടില്ല, ഞാൻ കേട്ടിട്ടുണ്ട്, വിറയ്ക്കും, പല്ല് കടിക്കും, പത വരും. ശരി, നിങ്ങൾക്ക് അറിയാവുന്നവരൊന്ന് കാണിക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ഈ മേക്കപ്പ് ഒക്കെ ഇട്ട് നിൽക്കുക, അതിന് തൊട്ട് മുമ്പുള്ള ഷോട്ടുകൾ എടുത്തു കഴിഞ്ഞു. അപ്പൊ ഞാൻ സാറേ ഇങ്ങനെ ഒരു സംഭവമല്ലേ, ഏകദേശം ഇതാണ്. ഇനി നിങ്ങൾ ഈ നമ്മൾ പത വരാനുള്ള സാധനം നമ്മൾ വെക്കാം, നിങ്ങൾ ബാക്കി നിങ്ങളങ്ങ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്താണ് ഷോട്ട്. അത് സാറിന് ഭയങ്കര അപ്രീസിയേഷൻ തന്നു, ഭയങ്കര സന്തോഷമായി. ഞാനത് അപസ്മാരമൊന്നും ഞാൻ ഒബ്സർവ് ചെയ്തിട്ടില്ല, കണ്ടിട്ടില്ല. ഞാനൊരിക്കൽ ഒരു മലയാളത്തിലെ പ്രമുഖ ആർട്ടിസ്റ്റിനൊക്കെ ഇൻ്റർവ്യൂ ചെയ്തു. ഫോണിലൂടെയുള്ള ഇൻ്റർവ്യൂ ആണ്, പുസ്തകത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ ഒത്തിരി പേരുടെ ഞാനിങ്ങനെ മികച്ച കഥാപാത്രങ്ങൾ തിരഞ്ഞെടുക്കുക, അതാണ് ഒരു ജോലി. അപ്പം നെടുപടി വേണം അദ്ദേഹം തബലിസ്റ്റ് അയ്യപ്പനെ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സ്വാധീനിച്ചത് ഭരതോട് തബലിസ്റ്റ് അയ്യപ്പനാണ്. ഓക്കെ, ഒരാളങ്ങനെ. അടുത്ത് വേറൊരാൾ സാറിന് ഏറ്റവും സ്വാധീനിച്ചത് അനുഭവം പാളിച്ചുള്ള ചെല്ലപ്പനാണ്. ഓക്കെ, നമ്മുടെ സംവിധായകൻ സിദ്ദിഖ് പറഞ്ഞു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട റോൾ മനോജ് വിജയന്റെ കുട്ടൻ തമ്പുരാനാണ്. അദ്ദേഹം
ഞാൻ കണ്ടില്ല. ഇടയ്ക്ക് മരിച്ചു. അപ്പോൾ അത് ഒരു പോയിട്ടൂടെ പറഞ്ഞു. വിനോദ് ഞാൻ സിദ്ധിക്ക് പിന്നെ മനോജനെ വെച്ചൊരു സിനിമയും ചെയ്തത് ഒരു സിനിമയിൽ വന്നിട്ടില്ല. ഈ ലേഡീസ് ഓൺലിയൊക്കെ എനിക്ക് ഒരുപാട് ശേഷം ലേഡീസ് ആഞ്ചലൊക്കെ പിന്നെ ചെയ്താൽ ഞാൻ 2 സിനിമ ചെയ്തിട്ടുണ്ട് സിദ്ധിക്കാണ്. അപ്പം അതേപോലെ മനസ്സിൻ്റെ കുട്ടകൾക്കാണ് ഒരിക്കലും മറക്കാൻ എനിക്ക്. പക്ഷേ ഞാനൊരു കോമഡി അപ്പം ഒരു സീരിയസ് ചിത്രം പോലും സിദ്ധിക്കേട്ടൻ അന്ന് ചെയ്തില്ലായിരുന്നു. അതുകൊണ്ടാണ് മനോജനെ വെച്ച് ഞാനൊരു പടവും ചെയ്തിട്ടില്ല. കാരണം കോമഡി സബ്ജക്റ്റുകളാണ് ഞാൻ ചെയ്തത്. അതിലേക്ക് മനോജിനെ കൊണ്ടുവരാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല. എന്നാൽ ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന കഥാപാത്രം കുട്ടനമ്പറിനാണ്. അത്രയ്ക്ക് പെർഫെക്റ്റ് ആയിട്ട് ആ ചെറുപ്പക്കാരൻ അഭിനയിച്ചു. താങ്ക് യു സിദ്ദിഖ. അപ്പം പിന്നെ ജയൻ്റെ ശരപഞ്ചരത്തിലെ കുതിരക്കാർ ചന്ദ്രശേഖർ ചിലർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിനെക്കുറിച്ച് പറഞ്ഞു. അങ്ങനെ സെലക്ട് ചെയ്തതിൽ ജയൻ്റെ ശരപഞ്ചരത്തിലെ കുതിരക്കാരൻ ചന്ദ്രശേഖർ ഹരിഹരൻ അതിന് കൂടുതൽ പറയുന്നത് കേരളത്തിലെ സേതുമാധവൻ പാദമുദ്രയിലെ ഒരു വേഷം. അങ്ങനെ അങ്ങനെ അപ്പം ഞാനങ്ങനെ അപ്പം ഈ നമ്മളിങ്ങനെ മാർക്കിടുമല്ലോ. മാർക്കിട്ടതിൽ പിന്നെ സർഗത്തിലെ കുട്ടനമ്പറാണ് മൂന്ന് വ്യക്തികൾക്ക് വളരെ ഇഷ്ടമായിരുന്നു. രവി വെള്ളത്തോട് ഇഷ്ടമായിരുന്നു. രവിവെള്ളത്തോട് നേരെ ഇഷ്ടപ്പെടണം ഇതായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ ശ്രദ്ധിച്ചത് ഒത്തിരി പിന്നെ പാട്ടിരങ്ങളിൽ വളരെയധികം ഫീലിങ്ങോടെ പാടി അഭിനയിക്കാൻ അതിന് കഴിഞ്ഞു. കുറച്ച് നല്ല പാട്ടുകൾ അഭിനയിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. എന്റെ അച്ഛൻ്റെ കൊച്ചിൻ്റെ ഒക്കെ അനുഗ്രഹമായിരിക്കാം. സംഗീത കുടുംബമല്ലേ. ആദ്യത്തെ പാട്ട് സ്നേഹസാരാണ്. ആദ്യം ഈ ലിപ് മൂവ്മെന്റ് കൊടുത്തില്ലെങ്കിലും ഈ വള നല്ല കുപ്പി വള എന്നുള്ള പാട്ടിലാണ്. ആ പാട്ട് ഞങ്ങളെല്ലാവരും കുടുംബങ്ങളായ ഞങ്ങളെല്ലാവരും ഉണ്ട്. പിന്നെ ആദ്യമായിട്ട് ഒരു പാട്ട് ലിപ് മൂവ്മെന്റ് കൊടുത്ത് അഭിനയിക്കുന്നത് സ്നേഹസാഗരത്തിലെ പീലി കണ്ടെഴുതി. അത് അസാധ്യല്ലേ. ജോൺസൺ മാഷിന്റെ സംഗീതമല്ലേ ഗ്രേറ്റസ്റ്റ്. പിന്നെ കൈതപ്പുറത്തിന്റെ വരികൾ ജി വേണുഗോപാലും ചിത്ര ചേച്ചിയാണ് ആ പാടിയിരിക്കുന്നത്. ഞാൻ ഈയിടെ ഒരു വേദിയിൽ ചേച്ചി ചിത്ര ചേച്ചിയായിട്ട് തന്നെ ആ പാട്ട് മീഡിയ വണിന്റെ ഒരു പ്രോഗ്രാമിന് അത് ഭയങ്കര ഹിറ്റായിരുന്നു. അത് പളനിയായിരുന്നു. പളനി സൂര്യകാന്തി തോട്ടവും ഒക്കെ ആയിട്ട് നല്ല പ്രത്യേക ഒരു അറ്റ്മോസ്ഫിയറിലുള്ള പാട്ടാണ്. ഒരു പ്രത്യേക താളമുണ്ടല്ലേ ആ പാട്ട്. ആ പാട്ട് നല്ല രസമാണ്. ജോൺസൺ മാഷിന്റെ അല്ലേ. സംതിങ് ഡിഫറെന്റ് ആയിരിക്കുമല്ലോ. അതിനുശേഷം ശരിക്കും പറഞ്ഞാൽ പാട്ടുകളുടെ ഒരു പെരുമഴ പോലെ എൻ്റെ ശ്രദ്ധയിൽ പറഞ്ഞൊരു കാര്യമാണ്. മലയാളത്തിൽ അതായത് ഒരു ഭാഗ്യമാണ് മനോജ് കെ നായർ. മലയാളത്തിൽ ഏറ്റവും കൂടുതൽ അതായത് ഒരു സിനിമയിൽ ഏറ്റവും കൂടുതൽ പാട്ടുകളുള്ള ചിത്രത്തിൽ നായക താങ്കളാണ്. അതായത് 14ഓളം പാട്ടുകൾ. ഏത് പടം? സോപാനം. ഓ ശരി. അതിനകത്ത് കീർത്തനങ്ങളുണ്ട്, പാട്ടുകളുണ്ട്, എല്ലാം കൂടെ 10-13 എന്റെ മനസ്സിലുണ്ട്. ശരി. അതാണ് ഏറ്റവും കൂടുതൽ റെക്കോർഡ്സാണ്. എന്താ പറയുക, അതൊരു പുതിയ ഒരു മഹാഭാഗ്യമാണ്. ആ പടത്തിലെ നായകൻ അത് മനസ്സിലാവും. പിന്നെ അതുകൊണ്ട് ഏറ്റവും നല്ല നൊസ്റ്റാൾജിക് മെലഡിയുള്ള ഈ പറഞ്ഞ സോപാനത്തിലാണ്. അതൊരു യേശുദാസ് ഇങ്ങനെ പാടുമ്പോൾ നമ്മൾ അതിലങ്ങനെ ഹൃദയത്തിൽ അലിയുന്ന പോലെ ഒന്നും കൂടാമോ? താരനോപുരം ചാത്തി മൂകയാമം ശ്യാമപരിഭവം പെയ്തു മഞ്ഞു വീണു മൗനരാഗമോടെ പ്രിയ ചന്ദ്രലേഖ നിന്നു. ഓ താരനോപുരം ചാത്തി മൂകയാമം ശ്യാമപരിഭവം പെയ്തു മഞ്ഞു വീണു. ഭയങ്കര അതോടൊപ്പം തന്നെ ഹൈലി റൊമാൻറ്റിക് സോങ്. അതിനുശേഷം ശരിക്കും പറഞ്ഞാൽ അത് കുടുംബസമേതത്തിലെ എല്ലാവരും ശരിയാ. എന്റെ അടുത്ത് ഈ ഭരതേട്ടൻ ഈ കുടുംബസമേതം കഴിഞ്ഞാണ് ഞാൻ വെങ്കലത്തിന് ചെല്ലുന്നത്. അപ്പൊ ഈ നീലരാവിൽ പാട്ടും കുടുംബസമേതം ഹിറ്റായിരുന്നല്ലോ, ഭയങ്കര ഹിറ്റായിരുന്നല്ലോ. അപ്പൊ അതിനുശേഷമാണ് വെങ്കലത്തിൽ അഭിനയിക്കാൻ ചെല്ലുമ്പോൾ ഭരതേട്ടൻ എന്റെ ഇടയ്ക്കിടയ്ക്ക് പറയും, എടാ ജയന്റെ പടത്തില് പാട്ടുണ്ടല്ലോ ശ്രീരാഗത്തില് എന്ന് പറഞ്ഞിട്ട്. ഈ രാഗം ഒന്നും അറിയില്ല കേട്ടോ, ഞാൻ സംഗീതം ലെവലേഷൻ പഠിക്കാത്ത ആളാണ്. ആ നീലരാവിൽ അത് പാടിക്കടാ, 2 ലൈൻ വിളിക്കടാ. തൃശ്ശൂർ സ്ലാങ് ആണല്ലോ ഭരതേട്ടൻ. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് എന്നെ കൊണ്ട് നീലരാവിൽ വിളിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതും ഒരു മഞ്ഞ അന്തരീക്ഷമായിരുന്നു.
മഞ്ഞപ്പ്. ആ മഞ്ഞപ്പല്ല, അതൊരു ഇതാണ് ഡേ ഫോർ നൈറ്റ്, ഒരു നിലാവ് മോഡലാണ്. ഒരു നീലരാവ് തന്നെ, അതാണ് പുള്ളി ജയരാജ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അത് ഭയങ്കര ഒരു എവർ ലാസ്റ്റിംഗ് മെലഡി സോങ് ആണ്, റൊമാൻറ്റിക് സോങ്. കുടുംബസമയത്തിന് വേറൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഞാനൊരു മധുസാറിൻ്റെ മികച്ച 10 വേഷമാണ് പുള്ളി പറഞ്ഞു. പഴയകാല ചിത്രം ചെമ്മീൻ, ഓക്കെ, പുള്ളിയുടെ സ്വയംവരം അങ്ങനെ പറഞ്ഞു. പിന്നെ ഇതാ ഇവിടെ ഒരു പൈലി, തീർച്ചയായും അങ്ങനെയൊക്കെ പറഞ്ഞ് ലാസ്റ്റ് പറഞ്ഞു 80കൾക്ക് ശേഷം, അതായത് 80 ഞാൻ അഭിനയിച്ചതിൽ വെച്ച് എന്നെ ഏറ്റവും അധികം ആവശ്യത് പിന്നെ കുടുംബസമേതം ജയരാജൻ്റെ മനോജിൻ്റെ കൂടെയുള്ള പടമാണ്. ആനക്കാര വൈദ്യം. ഞാൻ പറയുമോ ക്യാരക്ടേഴ്സ് ഇല്ല, പക്ഷെ ഇത് എന്താ കാര്യം അറിയോ, സാർ ഒരു വലിയ ക്യാപ്പിന് ശേഷം ചെയ്യുന്ന ക്യാരക്ടർ. പിന്നെ സാറിന്റെ ഈ സ്ഥിരം കാണുന്ന ഗെറ്റപ്പും ജയരാജ് ആദ്യം മാറ്റിയിട്ട് വേറൊരു ചുരുണ്ട മുടിയുള്ള ഒരു വിഗ് സാറിന് വെച്ചു കൊടുത്തു. ബെയർ ബോഡിയിൽ സാറിന് ഒരു പടത്തിൽ അതിനൊക്കെ എപ്പോഴും കാണാൻ പറ്റും. ഫുൾ ബെയർ ബോഡിയിൽ ആനവൈദ്യനാണ്. അപ്പൊ ഇങ്ങനെ കഴുത്തേൽ തോർത്ത് പോലെ കാണും, മുണ്ട് കൊടുത്ത് എപ്പോഴും ബെൽറ്റൊക്കെ ഇട്ട് ആൾക്കാർ. അങ്ങനെ ഒരു ഗെറ്റപ്പ് മധുസാറിന് അടുത്ത കാലത്ത് ആരും കണ്ടിട്ടില്ല. അപ്പൊ അങ്ങനെ ജയരാജാമ്മ എപ്പോഴും പുതുമ ആളാണല്ലോ. അപ്പൊ അങ്ങനെ ആ ക്യാരക്ടറിന് ഭയങ്കര ഒരു വേറൊരു പരിവേഷം കൊടുത്തു. അപ്പൊ അതൊക്കെ ആയിരിക്കും സാർ അങ്ങനെ പറയാൻ കാര്യം. അപ്പൊ ഞാൻ ഒരുപാട് സന്തോഷം തോന്നി. പറഞ്ഞു അത് അപ്പൊ ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചു. അതെന്താ അങ്ങനെ മറ്റു അദ്ദേഹത്തിന് മാസ്റ്റർ പീസ് ചിത്രങ്ങളൊക്കെ വരട്ടെ, തീക്കണൽ അങ്ങനെയൊക്കെ വരട്ടെ എല്ലാം പറഞ്ഞു. കുടുംബസമേതം എനിക്ക് മറ്റേ പൈലി ഭയങ്കര മനോഹരമായിട്ട്. ശരി, മലയാളിയുടെ ഒരു മഹാഭാഗ്യം എന്ന് പറയുന്നത് ഈ വലിയ ജീനിയസ് ആയ ഡയറക്ടേഴ്സിൻ്റെയൊക്കെ പടങ്ങൾ അഭിനയിക്കാൻ കഴിഞ്ഞു. എസ്പെഷ്യലി ഹരിഹർ സാറ്, ഭരത്, അടൂർ സാറിന്റെ സിനിമയിൽ പിന്നെ ഒരു നാല് പെണ്ണുങ്ങളിൽ അഭിനയിച്ചു, ഒരു പെണ്ണും രണ്ടാളിൽ അഭിനയിച്ചു. അപ്പൊ അതൊരു വലിയൊരു ഒരു നടനെ ഇന്നിപ്പോ ഇന്നലെ സത്യൻ അവാർഡ് കിട്ടിയ പോലെ ഒരു നടന്റെ ജീവിതം പരിപൂർണമാണ്. മലയാള സിനിമയിൽ ഒരു നടന്റെ ജീവിതം പരിപൂർണമായ ഒരു തൃപ്തി എത്തണമെങ്കിൽ എനിക്ക് തോന്നുന്നു അടൂർ സാറിന്റെ സിനിമ. അത് ഇന്റർനാഷണലി അക്ലെയിംഡ് ആയിട്ടുള്ള മലയാളത്തിലെ ഡയറക്ടറാണ്. ഏതൊരു നടനും കൊതിക്കുന്ന ഒരു സംവിധായകനാണ് അടൂർ സാറിന്റെ സിനിമയിൽ എന്ന് പറഞ്ഞാൽ. അത് ബാലി കയറാൻ മലയാണ്, അത്രയൊന്നും എത്തുകയില്ലായിരുന്നു. അപ്പൊ അത് ഒരു 7-8 വർഷം മുമ്പ് എനിക്ക് അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായില്ല. അത് വലിയൊരു അനുഗ്രഹം. നിങ്ങളുടെ കലാകാരനെ ഏറ്റവും ഇതായിട്ട് പിഴിഞ്ഞെടുത്തെന്ന് പറയാം ജയരാജ് എന്നാണ്. ജയരാജന്റെ 6-7 സിനിമകൾ ഞാൻ വെച്ചിട്ടുണ്ട്. എല്ലാം നല്ല സിനിമകളാണ്. ഈ സോപാനം, കുടുംബസമേതം, പിന്നെ കണ്ണകി എന്നൊരു സിനിമ. നല്ല വേഷം. കൗണ്ടർ കടപ്പുറം ഈ പറഞ്ഞ ഒരു കൊമേഴ്ഷ്യൽ സിനിമയാണെങ്കിലും അതിലൊരു പാട്ട് എനിക്ക് എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സ്വത്തായി മാറി. കാതിൽ തെന്മഴ എന്നുള്ള പാട്ട് എനിക്ക് ജയരാജ് തന്നു. അതിന് ഞാൻ എനിക്ക് ജയരാജനോടുള്ള ഏറ്റവും വലിയ കടപ്പാട് കുടുംബസമയത്തിൽ അഭിനയിപ്പിച്ചതോ അല്ലെങ്കിൽ സോപാനമൊന്നുമല്ല. എനിക്ക് കാതിൽ തേന്മഴ എന്നുള്ള പാട്ട് എനിക്ക് നിങ്ങൾ തന്നല്ലോ ജയരാജ്. അതിനപ്പുറത്തൊരു ഗ്രാറ്റിറ്റ്യൂഡ് എപ്പോഴും കേൾക്കാൻ കൊതിക്കുന്ന പാട്ടാണ്. അതൊക്കെ ഈ പാട്ടൊക്കെ ഭയങ്കര ടഫാണ്. നീലരാവിലെ ടഫാണ്. അത് സല്യൂത്തായുടെ ഈ നോട്ട്സ്, ഈ വല്ലാത്ത നോട്ട്സ് ഒരു നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല പോകുന്നത്. തഴുകുന്ന താഴമ്പൂ മണമിതു നാമിന്നും പറയാതെ ഓർത്തിടും അനുരാഗഗാനം പോലെ ഒരുക്കുന്നു കൂടുന്നിതാ, ഒരുക്കുന്നു കൂടുന്നിതാ മലർക്കൊമ്പിലേതോ കുയിൽ കടൽ പെറ്റൊരി മുത്തു ഞാനെടുക്കും കാതിൽ തേൻ മഴയായി പാടുകാറ്റേ കടലേ. എന്തോ ഒരു മ്യൂസീഷ്യനാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആരാധിച്ചിരുന്ന കുട്ടിക്കാലത്ത്. രമാഷോടും കൃഷ്ണസ്വാമിയോടും ബാബുക്കോടും ഒക്കെ അപാരമായ ബഹുമാനവും ആദരവും ആരാധനയൊക്കെ ഉണ്ടെങ്കിലും സലിൽദയുടെ എന്താ നടന്നില്ല. സലിൽദയുടെ പ്രേമമാണ്. എന്തോ ഒരു ഡിഫറെന്റ് കോമ്പോസിഷനാണ്. ആരെങ്കിലും ഒരാൾക്ക് സലിൽദ ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റുമോ? ആരെങ്കിലും ഇമിറ്റേറ്റ് ചെയ്തിട്ടുണ്ടോ? ഒരൊറ്റ പാട്ട് പോലും പറയാം. അതാണ് ഇമിറ്റേഷന് സാധ്യതയില്ലാത്ത സംഗീത സംവിധാനം, ഇന്ത്യ കണ്ട സംഗീത സംവിധാനം. അദ്ദേഹത്തിന്റെ അവസാന സോങ്ങാണിത്. അത് അറിയുന്നത് ചരിത്രമാണ്.
അദ്ദേഹം അവസാനമായി കമ്പോസ് ചെയ്ത പാട്ട് ഹിന്ദിയിലും എല്ലാത്തിലും അദ്ദേഹത്തിന്റെ ചരിത്രം എടുത്താൽ അദ്ദേഹത്തിന്റെ അവസാന സിനിമയും പാട്ടും കാതിൽ തെന്മഴയാണ്. അപ്പൊ ഈ ആരാധകന് തന്ന ഏറ്റവും വലിയൊരു സമ്മാനമാണ്. ഈ സമ്മാനം തന്നിട്ടാണ് അദ്ദേഹം ഈ ലോകത്തോട് യാത്ര പറഞ്ഞത്. നിങ്ങളുടെ മഹാഭാഗ്യം എന്ന് പറയുന്നത് തീർച്ചയായും എസ് പി ബാലസുബ്രഹ്മണ്യത്തിന്റെ ഒരു പാട്ടും പാടാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരു പാട്ടില്ല, അത് ഭീഷ്മാചാര്യയിലാന്ന് തോന്നുന്നു. ഒരു പാട്ടില്ല, അത് ഞാൻ അദ്ദേഹം മരിച്ചു പറഞ്ഞു, ഒരു പാട്ടിലും എനിക്ക് വരാൻ പറ്റിയത് എനിക്ക് ഇതുപോലൊരു ഭാഗ്യമില്ല. SPBയുടെ അല്ലെങ്കിൽ അതൊരു വലിയ കുറവാണ്. നമ്മുടെ അടൂർ സാറിന്റെ കാര്യം പറഞ്ഞല്ലേ, എസ് പി ബാലസുബ്രഹ്മണ്യം 1 ലക്ഷത്തിലേറെ ഗാനങ്ങൾ പാടിയ. അതെ അതെ അതെ. അത്രയും ദാസന്റെ ഒരുപാട് പാട്ടുകൾ വന്നിട്ടുണ്ട്. ജയേട്ടന്റെ പാട്ട് പാടിയിട്ടുണ്ട്, MG ശ്രീകുമാർ പോലെ ഒക്കെ പാടിയിട്ടുണ്ട്. ജേട്ടൻ പാടിയ പാട്ടിൽ എനിക്ക് തോന്നുന്നു താങ്കൾ പാടി അഭിനയിച്ചത് അത് ഈ ഹിന്ദുസ്ഥാനി മറ്റേ ഹിന്ദി ബോളിവുഡ് മ്യൂസിക് ഡയറക്ടർ ഉത്തം സിംഗ് ഭയങ്കര ടഫാ. ദേവരാഗം ഇങ്ങനൊക്കെ മാറിപ്പോവും, മാറി 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 വരും. പ്രത്യേക കമ്പോസിഷനാണ്. ഞാനങ്ങനെ ഒരു സ്ഥലത്ത് ഒരു ഇന്റർവ്യൂവിലും പാടിയിട്ടില്ല കേട്ടോ. ഇത് അറിയാതെ പറഞ്ഞു വന്നപ്പോ 2 മൂന്നിൽ പോയത്.